നമസ്കാരം. വീണ വിജയന് യാതൊരു തരത്തിലും രക്ഷയില്ല. മാസപ്പടി കേസിൽ കൂടുതൽ അന്വേഷണം നടക്കണം എന്നു തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയും പറയുന്നത്. SFIU അന്വേഷണത്തെ തടയാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് കോടതി ആരാഞ്ഞു. കുറ്റം ചെയ്തിട്ടുണ്ടെന്ന ചിന്ത വേണ്ട എന്നും KSIDC ഉദ്ദേശശുദ്ധി വ്യക്തമാണ് എന്നും ഹൈക്കോടതി അതോടൊപ്പം നിർദ്ദേശിച്ചു. കേസ് അന്വേഷണം നടക്കുന്നത് KSIDCക്ക് നല്ലതല്ലേ എന്നാണ് കോടതിയുടെ ചോദ്യം. എക്സാലോജിക് CMRL ഇടപാടിൽ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് തന്നെ CMRLനോട് തങ്ങൾ വിശദീകരണം തേടിയിട്ടുണ്ട് എന്നും വിശദീകരണം നൽകാൻ CMRL തയ്യാറായില്ലെന്ന് KSIDC ഹൈക്കോടതിയെ അറിയിച്ചു. CMRLനും മറ്റുള്ളവർക്കും എതിരായ അന്വേഷണത്തെ എതിർക്കുന്നില്ല. അന്വേഷണം സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്നുവെന്നും സൽപ്പേര് കളങ്കം വരുത്തുമെന്നും CMRLന്റെ ദൈനംദിന ഇടപാടുകളിൽ ബന്ധമില്ല എന്നും KSIDC ഹൈക്കോടതിയെ അറിയിച്ചതിന്റെ ഭാഗമായാണ് അന്വേഷണം തുടരട്ടെ എന്ന് ഹൈക്കോടതി നിലപാട് അറിയിച്ചിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ KSIDCയിൽ പൊതുപണമാണ് ഉള്ളത്. സ്ഥാപനത്തിന്റെ എന്തെങ്കിലും രീതിയിലുള്ള കുറ്റകരമായ പ്രവൃത്തികൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷണത്തിലെ വ്യക്തമാകുകയുള്ളൂ എന്നും സാമ്പത്തിക ക്രമക്കേടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ KSIDC നടപടി നേരിടേണ്ടി വരുമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ വിശ്വാസ്യത നഷ്ടപ്പെടില്ല എന്നും മാസപ്പടി കേസിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട യഥാർത്ഥ രേഖകൾ CMRL സമർപ്പിച്ചിട്ടില്ല എന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം എക്സാലോജിക് വിവാദത്തിൽ നിയമസഭയിൽ വീണ്ടും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സ്പീക്കറിന്റെ നടപടി കൂടെ വലിയ വിവാദത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിക്കാനുള്ള മാത്യു കുഴൽനാടന്റെ ശ്രമം സ്പീക്കർ തടഞ്ഞതാണ് നിയമസഭയിൽ കാണാൻ സാധിച്ചത്. വ്യക്തമായ രേഖകൾ ഇല്ലാതെയുള്ള ആരോപണം അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സ്പീക്കറിന്റെ നടപടി. ആരോപണം ഉന്നയിക്കാനൊരുങ്ങിയ മാത്യു കുഴൽനാടന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തുകൊണ്ടാണ് മാത്യു കുഴൽനാടനെ സ്പീക്കർ തടഞ്ഞത്. സംഭവത്തിൽ മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നിയമസഭയിൽ ഇടപെട്ടത് ചട്ടപ്രകാരമാണ് എന്നതായിരുന്നു മാത്യു കുഴൽനാടന്റെ പ്രതികരണം. ആരോപണത്തിന് അടിസ്ഥാനമായ രേഖ വേണമെന്ന് സ്പീക്കറുടെ ഓഫീസ് ആവശ്യപ്പെട്ടിരുന്നു എന്നും അത് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നും മാത്യു കുഴൽനാടൻ അറിയിച്ചു. എന്നിട്ടും അനുമതി നിഷേധിച്ചത് എന്തിനെന്ന് മനസ്സിലായില്ല എന്നതാണ് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. MLA എന്ന നിലയിൽ ഉത്തരവാദിത്തത്തോടെ വിഷയം അവതരിപ്പിക്കാവുന്ന ഒരു വേദി എന്ന നിലയിലാണ് താൻ ആരോപണം ഉന്നയിക്കാൻ നിയമസഭയെ തിരഞ്ഞെടുത്തതെന്നും നിയമസഭയിൽ ആധികാരികതയോടെ കാര്യം അവതരിപ്പിക്കാനാണ് ശ്രമിച്ചതെന്നും പാർട്ടിയുടെ അനുമതിയോടെ വിഷയം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് തന്റെ ഉദ്ദേശമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. എന്തായാലും മാസപ്പടി വിവാദം മുഖ്യമന്ത്രിയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നത് ഈ സ്പീക്കറിന്റെ നിലപാടിലൂടെ നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. കേസ് അന്വേഷണം തുടരുകയാണ്. ഇതിന്റെ നിർണായക തീരുമാനങ്ങൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ പുറത്തു വരും എന്നതാണ് സൂചനകൾ.